എൻ്റെ ഇനിയുള്ള കാലം മുഴുവൻ ആയിരിക്കുക എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ടോ? തോന്നലില്ല, ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം എന്ന് പറഞ്ഞൊരു വല്ലാത്തൊരു വിഷണറി ആയിരുന്നു. അതിന് എല്ലാ കാര്യങ്ങളും ഇതുപോലെ. അപ്പോൾ ഈ കൊല്ലത്തെ ടൂർണമെൻറ്റ് കഴിയുമ്പോഴേക്കും അടുത്ത വർഷം ഏതൊക്കെ ടീമിനെ പിടിക്കണം, ആരെയൊക്കെ കൊണ്ടുവരണം എന്നുള്ളത് അദ്ദേഹം ഇത് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നു. അവിടെ നടക്കുന്നത് കുറച്ചും കൂടെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഹയർ ലെവലിൽ ചെയ്യുന്നത്. അതേസമയം ടെക്നിക്കൽ ബേസ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു കോച്ചിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച്. 1-2 തവണ ഒരു തെറ്റ് ആവർത്തിക്കുന്ന സമയത്ത് അപ്പം തന്നെ പലരും കമൻറ്റ് ചെയ്യും, ഇതിൻ്റെ കോച്ച് അവിടെ ഇരിക്കണം, എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. കൂടുതൽ എക്സ്പോഷർ കിട്ടുന്നെന്നുള്ളതാണ് ഒരു കാര്യം. ഇപ്പം അതിപ്പോൾ ഈ KCL വന്നുകൊണ്ട് കേരളത്തിലുള്ള പ്ലെയേഴ്സിന് ആ ഒരു മെച്ചം കിട്ടി തുടങ്ങി. നമുക്കിപ്പോൾ ശരിക്കും ക്രിക്കറ്റിൽ മാറ്റത്തിൻ്റെ ഒരു വിപ്ലവം കൊണ്ടുവന്നത് T20 ആണെന്ന് പറയാറുണ്ട്. ശരിക്കും 50 ഓവർ, സാറ് നേരത്തെ പറഞ്ഞാൽ വിരസമായ സമനിലകളൊക്കെ ആൾക്കാർ എല്ലാ കളിയും സമനില, അങ്ങനൊരു കാലഘട്ടത്തിലാണ് ശരിക്കും ഇത്തരത്തിലൊരു കോൺസെപ്റ്റ്, ശരിക്കും ഒരു ഇന്നവേഷൻ അതിൻ്റെ ഏറ്റവും വലിയ പരമോന്നതയിൽ നിൽക്കുന്നൊരു സമയം എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷൻ ശരിക്കും അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ഈ കേളപ്പൻ തമ്പുരാൻ്റെ അല്ലേ, അദ്ദേഹം എന്ന് പറഞ്ഞൊരു വല്ലാത്തൊരു വിഷണറി ആയിരുന്നു. അതിന് എല്ലാ കാര്യങ്ങളും ഇതുപോലെ. അപ്പോൾ ഈ കൊല്ലത്തെ ടൂർണമെൻറ്റ് കഴിയുമ്പോഴേക്കും അടുത്ത വർഷം ഏതൊക്കെ ടീമിനെ പിടിക്കണം, ആരെയൊക്കെ കൊണ്ടുവരണം എന്നുള്ളത് അദ്ദേഹം ഇത് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നു. ഓഫ്കോഴ്സ് അദ്ദേഹം ബാങ്കിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട ജോലി വഹിച്ചിരുന്ന ഒരാളാണ്. എങ്കിൽ പോലും എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും ബാങ്ക് ജോലിയെക്കാട്ടിലും അദ്ദേഹത്തിന് പ്രാധാന്യം പൂജ ക്രിക്കറ്റ് ടൂർണമെൻ്റ് ആയിരുന്നു എന്ന്. അപ്പോൾ ആ രീതിയിൽ അത് കഴിഞ്ഞ് അദ്ദേഹം അല്ലാതെയും കുറേ നിസ്വാർത്ഥമായി ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട നിരവധി പേരുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് തീർച്ചയായിട്ടും പറയാതിരിക്കാൻ വയ്യ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹമാണ്. അതിൻ്റെ ഒരു ബാലാരിഷ്ടതകൾ തരണം ചെയ്യാൻ വേണ്ടിയൊക്കെ കഷ്ടപ്പെട്ടുള്ളത് അദ്ദേഹമാണ്. ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നതും ഇതിനൊരു നാഷണൽ ഫെയിം ഉണ്ടാക്കിയെടുക്കുന്നതിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് ഭയങ്കരമായി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ ഒരു ടീമിനെ ഒപ്പം നിർത്തി കൊണ്ടുപോകാനുള്ളൊരു സ്കില്ലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരാളെ കൊണ്ട് ഇത്രയും വലിയൊരു ഇവൻറ്റ് കൊണ്ടു നടക്കാൻ സാധിക്കില്ല. പക്ഷേ അദ്ദേഹത്തിന് അതിനൊരു റൈറ്റ് കൈൻഡ് ഓഫ് ലീഡർഷിപ്പായിരുന്നു. എല്ലാവരും ഒപ്പം നിർത്തി കൊണ്ടുപോകാനുള്ളൊരു കഴിവുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടിയാണ് ഈ ടൂർണമെൻറ്റ് ഈ നിലയിലേക്ക് വളർന്നത്. അതോടൊപ്പം ആദ്യകാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ആദ്യ സെക്രട്ടറിയൊക്കെ ആയിരുന്നു കേളപ്പൻ തമ്പുരാൻ. അതായത് അതും ഏതാണ്ട് 50-51-50 തോന്നുന്നത് എൻ്റെ ഫോം ചെയ്ത് KCA. അന്ന് KCA എന്നല്ല, ട്രാവങ്കൂർ കൊച്ചിൻ ക്രിക്കറ്റ് അസോസിയേഷൻ എന്നുള്ള പേരാണ്. കാരണം അന്ന് മലബാർ സെപ്പറേറ്റ് ആയിരുന്നു, കേരള പിറവി ആയിട്ടില്ല അന്ന്. അപ്പോൾ അന്നത്തെ ആ ട്രാവങ്കൂർ കൊച്ചിൻ ക്രിക്കറ്റ് അസോസിയേഷനിൽ കേണൽ ഗോദവർമ്മ രാജ, PM രാഘവൻ, കേളപ്പൻ തമ്പുരാൻ, പോൾ പാലിയത്ത്, അങ്ങനെ കുറച്ച് പേരായിരുന്നു ഇതിൽ സജീവമായിട്ട് മുന്നോട്ട് വന്ന് കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. കാരണം ഒരു സാധനം എന്താണെന്ന് ആർക്കും അറിയില്ലല്ലോ. ഗോദവർമ്മ രാജയ്ക്ക് കുറേയധികം ഈ പല സംഘടനകളും കൊണ്ടു നടന്നുള്ള പരിചയമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വം, ഇവരുടെയൊക്കെ ഒരു കമ്മിറ്റ്മെൻറ്റ്, അങ്ങനെ എല്ലാം കൂടിയാണ് ആദ്യകാലത്ത് ഈ രഞ്ജി ട്രോഫിയിൽ കേരളം പങ്കെടുത്തു തുടങ്ങിയത്. അതിൽ ആദ്യത്തെ രഞ്ജി ട്രോഫി മാച്ചിൽ ആ ഒരു കളി കേളപ്പൻ തമ്പുരാൻ കളിക്കുകയും ചെയ്തിട്ടുണ്ട്. പൂജ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അത് കളിക്കാൻ വന്നിട്ടുള്ള ലെജൻഡറി ആയിട്ടുള്ള പ്ലേയേഴ്സ്, അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഓർമ്മകളൊക്കെ ഒന്ന് പറയാമോ? ആദ്യമായിട്ട് ഇവിടെ വരുന്ന ടെസ്റ്റ് ക്രിക്കറ്റർ മിൽഖ സിംഗ് എന്ന് പറഞ്ഞ ഞങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വേണ്ടി വന്നതാണ്. തുടർന്ന് വിശ്വനാഥ്, കിർമാണി, ഇങ്ങനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ടീമിൽ ഉള്ള ധാരാളം പേര് വന്നു. പിന്നെ ഇന്ത്യ സെവൻസ് എന്നൊരു ടീം വരാറുണ്ട്. അപ്പോൾ ആ ടീമിലാണ് ഭരത് റെഡ്ഡി എന്ന് പറഞ്ഞ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ വന്നത്. സ്റ്റേറ്റ് ബാങ്കിന് വേണ്ടിയാണ് കൂടുതലും ഇന്ത്യൻ ക്രിക്കറ്റേഴ്സ് ഇവിടെ വന്ന് കളിച്ചിട്ടുള്ളത്. അതോടൊപ്പം സിൻഡിക്കേറ്റ് ബാങ്ക്, BS ചന്ദ്രശേഖർ, നമ്മുടെ സ്പിൻ ലെജൻഡ് ചന്ദ്രശേഖർ എന്ന് വന്നത് സിൻഡിക്കേറ്റ് ബാങ്കിലാണ്. പിന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മിടുക്കനായ ക്യാപ്റ്റൻ എന്നുള്ള ഖ്യാതിയുള്ള ML ജയസിംഹ, ഹൈദരാബാദിൽ. ജയസിംഹ അവിടെ ടീം കൊണ്ടുവന്ന് കളിച്ചിട്ടുണ്ട്. പിന്നെ കിരൺ മോറെ, കിർമാണി കഴിഞ്ഞാൽ ഉണ്ടായിരുന്ന അടുത്ത വിക്കറ്റ് കീപ്പറായിരുന്നു ഇന്ത്യയിലത്തെ. കിർമാണി ഇവിടെ വന്ന് കിരൺ മോറയും കിർമാണി എല്ലാവരും ഇവിടെ വന്ന് കളിച്ചിട്ടുണ്ട്. അനിൽ കുംബ്ലെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ലിസ്റ്റ് വളരെ ലോങ് ആണ്. മുഹമ്മദ് അസറുദ്ദീൻ. അപ്പോൾ ഇനി നമ്മൾ എത്ര പറഞ്ഞാലും കുറച്ച് ആളുകളെ വിട്ടുപോയി തോന്നും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു പ്രമുഖരായിട്ടുള്ള ആളുകൾ. പിന്നെ അത് പറയുമ്പോൾ നമ്മൾ പറയാതെ വിടരുത്, നമ്മുടേതായ ശ്രീശാന്ത്, ടിനു യോഹനൻ. നമ്മളെപ്പോഴും പുറത്തുള്ളവരെ പറയുമ്പോൾ നമ്മുടെ പ്ലേയേഴ്സിനെ വിടാൻ പാടില്ല. അപ്പോൾ അവരും വളരെ ഗംഭീരമായിട്ട് തന്നെ ഇവിടെ പെർഫോം ചെയ്തിട്ടുള്ള ക്രിക്കറ്റേഴ്സാണ്. രഞ്ജി ടീമിൽ എത്തിയ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ആദ്യമായിട്ട് കേരളത്തിൻ്റെ രഞ്ജി ട്രോഫിയുടെ ജേഴ്സി അണിഞ്ഞിട്ട് ഒരു ക്രീസിലേക്ക് എത്തി. അതിനുശേഷം
ഇത്തരത്തിലുള്ളൊരു ക്രിക്കറ്റിംഗ് ജേണി തനിക്ക് ഉണ്ടാകും എന്നുള്ളൊരു തോന്നൽ മനസ്സിലെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എൻ്റെ കരിയർ മുമ്പോട്ട് പോവുക, ഞാൻ ക്രിക്കറ്ററായിട്ട് തന്നെ ആയിരിക്കും എൻ്റെ ഇനിയുള്ള കാലം മുഴുവൻ ആയിരിക്കുക എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ടോ? തോന്നലില്ല, ആഗ്രഹം ഉണ്ടായിരുന്നു. അതെ, തീർച്ചയായിട്ടും ആഗ്രഹം ഉണ്ടായിരുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റ് പല ജോലികളും ഉണ്ടായിരുന്നു. ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്തിരുന്നു, റെയിൽവേയിൽ വർക്ക് ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല. അതൊരു ഇടത്താവളങ്ങളായിട്ട് എനിക്കെന്നും തോന്നിയിട്ടുള്ളൂ. അവിടെയൊക്കെ ഓഫ്കോഴ്സ് ക്രിക്കറ്റിൻ്റെ ബേസിസിലായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു പ്ലെയർ എന്നുള്ള ഒരു കാലഘട്ടത്തിൽ. പിന്നെ അത് കഴിഞ്ഞൊരു കാലഘട്ടം വരും എന്നുള്ളത് ഞാൻ മുന്നിൽ കണ്ടിരുന്നു. അപ്പോൾ ഈ രംഗത്ത് തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ എന്തായാലും ട്രൈ ചെയ്യണമെന്നൊരു തീരുമാനമുണ്ടായി. അപ്പോൾ അതിനെ തുടർന്നാണ് അന്നത്തെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സ് പട്ടിയാലയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിൻ്റെ ക്രിക്കറ്റ് കോച്ചിങ് ഡിപ്ലോമയായിരുന്നു. ഇറ്റ്സ് എ 1 ഇയർ ഡിപ്ലോമ. അപ്പോൾ അന്നത് പോയി ചെയ്തു. പിന്നെ പ്രശസ്തരായ പല കോച്ചസിൻ്റെയും കീഴിൽ ഞാൻ വർക്ക് ചെയ്തു. അതിൽ നിന്നൊക്കെ കിട്ടിയ അനുഭവ സമ്പത്താണ് വാസ്തവത്തിൽ ഒരു ക്രിക്കറ്റ് കോച്ചിങ് കരിയറിൻ്റെ ഒരു ട്രാക്ക് തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ക്രിക്കറ്റ് കളി നിർത്തിയാലും ക്രിക്കറ്റിൽ തന്നെ നിൽക്കണം എന്നുള്ളൊരു മോഹം ഉണ്ടായിരുന്നു. പിന്നെ അഡ്മിനിസ്ട്രേഷൻ സൈഡിലേക്കൊക്കെ പോകുന്നത് നമ്മുടെ ഒരു കപ്പ് ഓഫ് ടീ അല്ല എന്നറിയാവുന്നതുകൊണ്ട്, എന്നാൽ അവിടേക്ക് ഇരുന്നിട്ടുമുണ്ട്, അത് വേറെ കാര്യം. അതങ്ങനെ ചില സാഹചര്യങ്ങൾ കൊണ്ട് അവിടേക്ക് ഇരുന്നു എന്നല്ലാതെ ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള എന്നും ഗ്രൗണ്ടിലുള്ള ആക്ടിവിറ്റീസ് തന്നെയായിരുന്നു. ഇപ്പം പലപ്പോഴും പറയാറുണ്ട്, ഒരു കോച്ചിന്, ക്രിക്കറ്റിലൊരു കോച്ചിനെ സംബന്ധിച്ച്, ഇപ്പം നമ്മൾ ഫുട്ബോളിലൊക്കെ എന്ന് പറഞ്ഞാൽ 90 മിനിറ്റും കോച്ചും താരങ്ങൾക്കൊപ്പം നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ ക്രിക്കറ്റിനെ സംബന്ധിച്ച് പറഞ്ഞാൽ പ്ലേയേഴ്സ് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നു, കോച്ച് അവിടെ ഇരുന്ന് കളി കാണുന്നു. ഇത് നോർമലി തോന്നുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ ഒരു സിമ്പിൾ പ്രൊസീജിയറായിട്ട് തോന്നും. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒത്തിരി ഹാർഡ് വർക്കുണ്ട്. ആസ് എ കോച്ച് ശരിക്കും എന്തൊക്കെയാണ് നമ്മൾ ഒരു ബേസിക് തൊട്ട് നമ്മളൊരു താരത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന കാര്യം? അല്ല, കോച്ചിങ്ങിന് 2 രീതിയിൽ കാണണം, 2 ഘട്ടമായിട്ടേ കാണാൻ പറ്റുള്ളൂ. അത് ഒരു ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന കോച്ചിങ്, രണ്ടാമത്തെ ഘട്ടം ടീം ഹാൻഡ്ലിങ്. ഇതിന് രണ്ടിനെയും കൂടെ ചേർത്താണ് ആളുകൾ പലപ്പോഴും സംസാരിക്കാറ്. അത് അർത്ഥമില്ല. കാരണം വെച്ചാൽ ഒരു പ്ലെയർ സ്റ്റേറ്റ് മാച്ചിനോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലോ കളിക്കുന്ന സമയത്ത് 1-2 തവണ ഒരു തെറ്റ് ആവർത്തിക്കുന്ന സമയത്ത് അപ്പം തന്നെ പലരും കമൻറ്റ് ചെയ്യും, ഇതിൻ്റെ കോച്ച് അവിടെ ഇരിക്കണം, എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. പക്ഷേ ഈ കോച്ചിങ് അവിടെ നടക്കില്ല. അവിടെ നടക്കുന്നത് കുറച്ചും കൂടെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഹയർ ലെവലിൽ ചെയ്യുന്നത്. അതേസമയം ടെക്നിക്കൽ ബേസ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു കോച്ചിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച്. ഞാൻ എപ്പോഴും പറയും, ഞാൻ 16 കൊല്ലം കേരള ടീമിനെ കോച്ച് ചെയ്തിട്ടുണ്ട്, രഞ്ജി ട്രോഫിയും ജൂനിയറും എല്ലാം ചേർത്ത്. അതല്ലാതെ സൗത്ത് സോൺ ടീമിൻ്റെ കോച്ചായിട്ടും ഒക്കെ പലതവണ പോയിട്ടുണ്ട്. പക്ഷേ ഇതിനെക്കാട്ടിലൊക്കെ നമ്മുടെ ഒരു ചാലഞ്ച് അല്ലെങ്കിൽ എൻജോയ്മെൻറ്റ് ശരിക്കും ഒരു ചെറിയ കുട്ടിയെ കോച്ച് ചെയ്ത് വളർത്തിക്കൊണ്ട് വന്ന് ഒരു നല്ല ലെവലിൽ അയാളെത്തി പെർഫോം ചെയ്യുന്നത് കാണുമ്പോഴാണ് ഒരു കോച്ചിന് ശരിക്കും എന്തോ ചെയ്തു എന്നുള്ളൊരു സന്തോഷം കിട്ടുക. ഒരു പക്ഷേ ഗ്ലാമർ കുറച്ചുകൂടെ കൂടുതൽ മറ്റതാണ്. ഇപ്പോൾ ടീമിൻ്റെ കൂടെ പോയി ഇപ്പം എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ രഞ്ജി ട്രോഫി കോച്ച് എന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതൊരു കേൾക്കാൻ സുഖമൊക്കെ ഉണ്ടതില്ലായി അല്ല. പക്ഷേ എങ്കിൽ തന്നെയും ശരിക്കും നമ്മുടെ അധ്വാനം മുഴുവൻ നടക്കുന്നത് താഴേക്കിടയിലുള്ള കോച്ചിങ്ങിനാണ്. ആ കോച്ചിങ് എത്രത്തോളം നന്നായിട്ട് കിട്ടുന്നു, അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടാണ് നമ്മളുള്ള വലിയ ഉന്നതങ്ങളിൽ കളിക്കുന്ന കളിക്കാരിൽ നിന്ന് നമ്മൾ നേടുന്നതായി കാണുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രാസ് റൂട്ട്, അതാണ് ഇപ്പം സാറ് പറഞ്ഞത്, ബേസിക് തൊട്ട് പഠിക്കുക. ഇപ്പം ഇന്ന് ലെജൻഡറി ആയിട്ട് മാറിയ പല താരങ്ങൾക്കും ഈ ഒരു ബേസിക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം കേരളത്തിൽ ഇപ്പം സാറ് ഒക്കെ കോച്ച് ചെയ്തിട്ടുള്ള താരങ്ങൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സാർ എപ്പോഴും അഭിമാനത്തോടെ സാറ് നോക്കിക്കാണുന്ന ചില ശിഷ്യന്മാരുണ്ടാകുമല്ലോ, അങ്ങനെയുള്ള ചില ആളുകളുടെ പേരൊന്ന് പറയാമോ? അല്ല, എല്ലാവരെയും ഞാൻ അഭിമാനത്തോടെ കാണുന്നത്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു അക്കാഡമിയിലോ അല്ലെങ്കിൽ എൻ്റെ കീഴിലോ കോച്ച് ചെയ്ത എല്ലാ ആളുകൾക്കും ഒരേ രീതിയിലുള്ള നല്ല ഭാവി നമ്മൾ ആശംസിച്ചുകൊണ്ടാണ് നമ്മുടെ ഭാഗത്തു നിന്ന് അവർ പോകുന്നത്. പിന്നെ മുകളിൽ ചെന്ന് പെർഫോം ചെയ്യുന്നതും പെർഫോം ചെയ്യാതിരിക്കുന്നതും പല സാഹചര്യങ്ങളുടെ ഒരു റിസൾട്ടും കൂടെയാണ്. കളിക്കുന്ന ടീം അല്ലെങ്കിൽ ഓപ്പോസിഷൻ സാഹചര്യങ്ങൾ ഇതെല്ലാം നോക്കണം. പിച്ചിൻ്റെ കണ്ടീഷൻ മാതിരി തന്നെ ടീം എങ്ങനെ ആളെ യൂസ് ചെയ്യുന്നു, ഇങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ. നമ്മളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു കോച്ച് ചെയ്ത് വിടുന്ന ഒരു കളിക്കാരനെ സംബന്ധിച്ചോളം അയാളെ എത്രത്തോളം എക്യൂപ്ഡ് ആക്കാമോ അത്രയും എക്യൂപ്ഡ് ആക്കിയിട്ട് അതുപോലെ തന്നെ നല്ലൊരു കൾച്ചർ, നല്ലൊരു ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്ത് വിടുക എന്നുള്ളതാണ് ഞാൻ ശ്രമിക്കാറുള്ളൊരു ദൗത്യം. അത് ഏറെക്കുറെ നന്നായിട്ട് പോകുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ ഈ 42ാമത്തെ വർഷവും ഇപ്പോഴും കോച്ചിങ്ങിന് ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. ഈവൻ കഴിഞ്ഞ കൊല്ലം പോലും ഒരു പ്രധാനപ്പെട്ട KCL ടീമിൻ്റെ കോച്ചായിട്ട് ഞാനുണ്ടായിരുന്നു.
അപ്പോൾ കരിയറിനെ സംബന്ധിച്ചോളം വളരെ ലെങ്തി ഒരു കരിയർ കിട്ടിയത് തന്നെ റിസൾട്ട് ഉള്ളതുകൊണ്ടായിരിക്കണം. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് കോച്ചിങ്ങിനെ രണ്ട് ഒരു ഫേസായിട്ട് കാണുകയാണെങ്കിൽ ടീച്ചിങ് ഫേസും ഉണ്ട്, അതുപോലെ ടീം മാനേജ്മെൻറ്റും ഉണ്ട്. ടീം മാനേജ്മെൻറ്റ് വരുമ്പോൾ കൂടുതലും നമ്മൾ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, സ്ട്രാറ്റജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഓരോ പ്ലെയേഴ്സിനെയും ഏത് രീതിയിൽ മാനേജ്മെൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് അതിൻ്റെ അടുത്ത് കൂടുതലായിട്ട് വരുന്നത്. രണ്ടും എൻജോയബിളാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം കൂടുതൽ എൻജോയ്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നും ഈ നെറ്റ്സിൽ പോയി കുട്ടികളെ പഠിപ്പിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് എനിക്ക് കൂടുതൽ എൻജോയ്മെൻറ്റ് കിട്ടാറ്. പഴയ കാലത്തെ കോച്ചസ് അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ ബോംബെയിലൊക്കെയുള്ള റിസൾട്ട് കൊണ്ടുവന്നിട്ടുള്ള കോച്ചസ് എന്ന് പറയുന്ന പോലെ ഇപ്പോൾ അജരേക്കറെ പോലുള്ളൊരു കോച്ച് ഒരു ടീമിൻ്റെയും കൂടെ നടന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മറ്റേ DP ആസാദ്, കപിൽ ദേവിൻ്റെ കോച്ച്, അദ്ദേഹത്തിൻ്റെയൊക്കെ നെറ്റ്സാണ് നന്നായിട്ട് നടന്നിരുന്നത്. ഇപ്പോൾ തരാഖ് സിൻഹ ഡൽഹിയിൽ, എല്ലാം സക്സസ്ഫുൾ കോച്ചസാണ്. പക്ഷേ അവരൊക്കെ ഈ കോച്ചിങ് എന്ന് പറഞ്ഞാൽ ആ നെറ്റ്സും കാര്യങ്ങളുമായിട്ട് അവിടെയുള്ള പഠിപ്പിക്കലാണ് കൂടുതൽ ചെയ്യുന്നത്. ടീമിൻ്റെ കൂടെ പോകുന്ന കോച്ചസ് ഉണ്ട്, അങ്ങനെ സക്സസ്ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളവരും ധാരാളമുണ്ട്. പക്ഷേ ഇത് രണ്ടും ഒരുപോലെ ഗംഭീരമായിട്ട് കൊണ്ട് നടന്നിട്ടുള്ളവർ വളരെ എണ്ണത്തിൽ കുറവായിരിക്കും. അപ്പം ഞങ്ങൾക്കൊക്കെ അന്ന് അങ്ങനെ വേണ്ടി വന്നതെന്താ വെച്ചാൽ, അന്ന് നമ്മൾ ഈ കോച്ചസ് എന്നുള്ള ആശയം വരുന്ന സമയത്ത്, അതായത് ടീം കോച്ച് എന്നുള്ള ആശയം വരുന്ന സമയത്ത് ഒരു പക്ഷേ ഏറ്റവും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കോച്ച് ഞാനായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും അവസരം ഇവിടെ കേരളത്തിൽ കിട്ടിയത്. ഇപ്പോൾ പലപ്പോഴും നമ്മളൊരു ടീം സെലക്ഷൻ വരുമ്പം പലരും കുറ്റപ്പെടുത്താറുണ്ട്, ടീം അല്ലെങ്കിൽ കോച്ച് അല്ലെങ്കിൽ ക്യാപ്റ്റൻ ഇന്നയാൾക്ക് അവസരം കിട്ടിയില്ല, അവർ രണ്ടുപേരുമാണ് അതിന് കാരണം. ശരിക്കും ഇതിന് പിന്നെ ഒരു വലിയ പ്രോസസ്സാണ്. അപ്പം പലപ്പോഴും എങ്ങനെ തോന്നിയിട്ടുണ്ടോ, ആഗ്രഹിച്ച ഒരു ടീമിനെ എനിക്ക് ഒരു മത്സരത്തിനായിട്ട് ഇറക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു ടൂർണമെൻറ്റിനായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പേഴ്സണലി തോന്നിയിട്ടുണ്ടോ സാറിന്? എൻ്റെ അനുഭവത്തിലില്ല. എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഒരു സമ്മർദ്ദങ്ങളൊന്നും ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെ പല സമയത്തും നമ്മൾ ക്യാപ്റ്റൻ്റെ വ്യൂ കേൾക്കേണ്ടി വരും. ചിലപ്പോൾ എൻ്റെ നിന്ന് വ്യത്യസ്തമായിരിക്കാം അവരുടെ ഇത്, ചെയർമാൻ ഓഫ് സെലക്ഷൻ കമ്മിറ്റിയുടെ ഇതുണ്ടായിരിക്കാം. അത് ഈ ഹെൽത്തി ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ ഒരു ഇന്ന ആളെ കളിപ്പിക്കണം എന്നൊന്നും പറഞ്ഞ് ആരും വാശി പിടിച്ച് എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല. ടുവേർഡ്സ് എൻ്റെ ചില കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പോളിസി അനുസരിച്ചൊക്കെ ചില പ്ലെയേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആവശ്യമുണ്ടായിരുന്നു എന്നൊക്കെ എനിക്ക് സംശയങ്ങളുണ്ടായിട്ടുണ്ടാവാം. പക്ഷേ എന്നാൽ തന്നെയും ഒരു അച്ചടക്കമുള്ള ഒരു പരിശീലകൻ എന്നുള്ള നിലയ്ക്ക് ആ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ, അതായത് ഒരു വ്യക്തിയല്ല, അവരുടെ ഒരു പോളിസി ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കാൻ ഞാൻ ബാധ്യസ്ഥനായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഞാൻ പെരുമാറിയിട്ടുണ്ട്. ഇപ്പം കേരള ക്രിക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ കാലഘട്ടത്തിലെ വളർച്ച അത് ശരിക്കും ഒരു ഇറക്കത്തിൽ നിന്ന് ശരിക്കും ഇങ്ങനെ പടിയായിട്ടാണ് അത് വളർന്നു വന്നത്. ഇന്ന് കേരള ക്രിക്കറ്റ് എന്ന് പറയുന്നത് ആഭ്യന്തര ക്രിക്കറ്റ് സർക്യൂട്ടിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ടീമാണ്. കഴിഞ്ഞ സീസണിലെ രഞ്ജി പെർഫോമൻസ് ഒക്കെ അതിന് ഉദാഹരണമായിരുന്നു. ശരിക്കും ഈ ഒരു പ്രോസസ്സ്, ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഏത് വർഷം തൊട്ടാണ് തുടങ്ങിയത് സാറിൻ്റെ ഒരു ഒപ്പീനിയൻ? അതിൻ്റെ ഒരു മാറ്റം ഞാൻ 80s തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു 80s തൊട്ടിട്ടൊക്കെ, അതിനു മുമ്പ് ചില വിജയങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല, പക്ഷേ 1980 ആ ഒരു കാലഘട്ടം തൊട്ടിട്ട് എനിക്ക് തോന്നുന്നു ഈ മാറ്റം കുറേശ്ശെയായിട്ട് പ്രകടമായിട്ടുണ്ട്. കുറച്ച് നല്ല സീസൺസ് വന്നിട്ടുണ്ട്, കുറച്ച് നല്ല പ്ലെയേഴ്സ് വന്നിട്ടുണ്ട്. പണ്ട് ജയറാമിനെ പോലെയൊക്കെയുള്ള പ്ലെയേഴ്സ്, ഹരിഹരനെ പോലെയുള്ള ബൗളേഴ്സ്, അങ്ങനെ കുറേ പേരുകൾ, ഒരു ഗ്രൂപ്പ് പലരുടെയും പേരുകൾ പറയാവുന്നുണ്ട്. അജയ് വർമ്മ, എസ് സന്തോഷ്, അങ്ങനെ പല ആളുകളുണ്ട് പ്ലെയേഴ്സ്. അതിൻ്റെ ശേഷം ഉള്ള ഒരു കാലഘട്ടമാണ് ശരിക്ക് കേരള ക്രിക്കറ്റ് ഒരു നാഷണൽ ലൈം ലൈനിലേക്ക് വരുന്ന ലെവലിലേക്ക് വന്നത്. അത് പ്രധാനമായിട്ടും അനന്തപത്മനാഭൻ, രാംപ്രകാശ്, സുരേഷ് കുമാർ, ഈ 3 സ്പിന്നേഴ്സിൻ്റെ മികവാണ് ശരിക്ക് കളികൾ ജയിക്കാനുള്ള, രഞ്ജി ട്രോഫി മത്സരങ്ങൾ ജയിക്കാനുള്ളൊരു കേപ്പബിലിറ്റി കേരളത്തിന് ഉണ്ടാക്കി കൊടുത്തത് ഈ സ്പിൻ ത്രയം എന്നൊക്കെ പറയാവുന്ന ആളുകളുടെ ഒരു ക്വാളിറ്റി അതാണെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. അതോടൊപ്പം മറ്റു പലരുടെയുണ്ട്, പക്ഷേ ഈ ഒരു 3 പേരുടെ പേരെടുത്ത് പറഞ്ഞേ പറ്റൂ. ഇപ്പം കേരള ക്രിക്കറ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒട്ടനവധി ലെജൻഡറി ക്രിക്കറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ബിഗ് സ്റ്റേജിൽ, അതായത് ഒരു ഇന്ത്യൻ ടീം ലെവലിലേക്ക് വരുമ്പം എത്തപ്പെട്ട താരങ്ങളുടെ എണ്ണം താരതമ്യേന വളരെ കുറവാണ്. ശരിക്കും ആ ഒരു സമയത്തൊരു പൊളിറ്റിക്സ് ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ടെന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ അനന്തപത്മനാഭനെ പോലെ ഒരു സ്പിൻ ബോളർ, അതൊരു ലെജൻഡ് എന്ന് പറയാം, അദ്ദേഹത്തിനൊക്കെ അർഹതപ്പെട്ട ഒരു റെക്കഗ്നീഷൻ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അനന്തന് റെക്കഗ്നിഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും റെക്കഗ്നിഷൻ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ ക്യാപ്പ് കിട്ടിയിട്ടില്ലേ തന്നെയും ഞാൻ പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു സ്പിന്നറാണ്. ആ ഫീൽഡിൽ അദ്ദേഹത്തിന് കിട്ടാതെ പോയത് ഒരു അമ്പയർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. കാരണം അദ്ദേഹം എവിടെയെങ്കിലും ആരെയും വിമർശിച്ച് ഞാൻ കണ്ടിട്ടില്ല.
അദ്ദേഹം എപ്പോഴും വരുന്നത് നന്നായിട്ട് ചെയ്യുക എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ബാക്കിയുള്ളവർക്കൊരു ഒരു മോഡൽ ബുക്കാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കളിയിൽ അദ്ദേഹത്തിന് കിട്ടാവുന്നതിനെ പറ്റി പലരും മറ്റുള്ളവർ പറയാറുണ്ട്. പക്ഷേ ഇദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇത് അനിൽ കുംബ്ലെ കാരണം എന്നെ ഒഴിവാക്കിയെന്നൊന്നും അദ്ദേഹം ഒരിക്കലും സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ വളരെയധികം കാലം ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിൽ ചിന്തയെ പോലും ആ രീതിയിൽ എന്നെ മനഃപൂർവ്വം ആളുകൾ കളയണതാണെന്നുള്ളത് മറ്റു പലരും പറഞ്ഞിട്ടില്ല. അനന്തനതൊരിക്കലും ആ രീതിയിൽ ചിന്തിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. അതേസമയം എന്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യാൻ പുറപ്പെട്ടാലും അതിൽ എക്സൽ ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തോടെ മുന്നോട്ട് പോയിട്ടുള്ള ഒരാളാണ്. അതാണ് ഇപ്പോൾ ക്രിക്കറ്റിൽ കളിയിലൂടെ കിട്ടാത്തത് പലതും അനന്തന് അമ്പയറിംഗ് ഫീൽഡിൽ കിട്ടുന്നത്. അദ്ദേഹം ഇന്ത്യയിലെ നല്ല ലോകത്ത് തന്നെ ഏറ്റവും നല്ലൊരു അമ്പയറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കേരള ക്രിക്കറ്റ് കൊടുത്ത ഏറ്റവും വലിയ സംഭാവനകളിലൊന്ന് പൂജ ക്രിക്കറ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കുറച്ചധികം പേരുകളാണ്. ടിനു യോഹന്നാൻ ആണെങ്കിലും അല്ലെങ്കിൽ ശ്രീശാന്ത് ആണെങ്കിലും ഇപ്പം സഞ്ജു സാംസൺ. ഞാനൊരു പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഒരു 80-കൾ 90-കൾ വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. ആ കാലഘട്ടം അത് കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു ഘട്ടത്തിലേക്കാണ് ഈ ആളുകളെല്ലാവരും വരുന്നത്. അപ്പോഴാണ് കേരളം ഒരു വിജയിക്കുന്ന ടീമായി മാറി, സ്ഥിരമായിട്ട് വിജയിക്കുന്നത്. അതിന് മുമ്പും ക്വാളിഫൈ ചെയ്ത് ഒരിക്കൽ നോക്കൗട്ടിൽ കയറിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ചെറിയൊരു താഴ്ച വന്നിട്ടുണ്ട്, പിന്നെ പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സംവാദം കുറച്ചുകൂടെ സ്റ്റെബിലൈസ് ചെയ്ത് വന്നതും അതുപോലെ തന്നെ വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പെർഫോം ചെയ്ത് തുടങ്ങുന്ന കുറച്ച് പ്ലെയേഴ്സ് ലൈക്ക് റോഹൻ പ്രേം, സച്ചിൻ ബേബി എല്ലാം ഈ 5000-6000 റണ്ണിന് മേലെ രഞ്ജി ട്രോഫിയിൽ നേടിയിട്ടുള്ള പ്ലെയേഴ്സാണ്. പിന്നെ നമുക്ക് വേണ്ടി ഗസ്റ്റായിട്ട് കളിച്ചതാണെങ്കിൽ ഇതിന് ജലജ് സക്സേന. അങ്ങനെയുള്ള ഒരു മാച്ച് വിന്നേഴ്സിൻ്റെ ഒരു പ്രസൻസ് കൂടുതലായിട്ട് ഫീൽ ചെയ്തൊരു സമയമായിരുന്നു ഈ ശ്രീശാന്തും ടിനുവും എല്ലാം വന്ന് പെരുമാറി തുടങ്ങിയ ഒരു 90-ന് ശേഷമുള്ള 2000-ന് ശേഷമുള്ള ആ ഒരു 2010 എന്നൊക്കെ പറയാം, ആ ഒരു കാലഘട്ടം. അതിന് മുമ്പ് തന്നെയും നല്ല പ്ലെയേഴ്സ് ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും സുനിൽ ആയസ് വളരെ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു പ്ലെയറാണ്. അജയ് കുടുവ വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു ക്രിക്കറ്ററായിരുന്നു. അങ്ങനെ കുറേ പേരുടെ പെർഫോമൻസുകൾ ഇടയിൽ നമ്മൾ വളരെ എന്താ പറയുക പരാമർശിക്കാതെ പോകുന്ന പെർഫോമൻസുകളാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു ജയിക്കുന്ന ടീമായിട്ട് മാറിയ ഒരു സമയം എന്ന് പറയുമ്പോൾ ഒരു 2010 അവിടുന്ന് ഇങ്ങോട്ടുള്ള എല്ലാ വർഷങ്ങളിലും ഏതെങ്കിലും കാറ്റഗറിയിൽ നമ്മൾ നല്ല നിലയിലെത്തിയിട്ടുണ്ട്. ഈതർ മുസ്റ്റേക്ക് അലി ടൂർണമെൻറ്റ് അല്ലെങ്കിൽ 50 ഓവർ ഏകദിന ടൂർണമെൻറ്റ് അല്ലെങ്കിൽ രഞ്ജി ട്രോഫി, ഇതിലെല്ലാം ഒരു മേജർ പ്ലാറ്റ്ഫോമിൽ പെർഫോം ചെയ്യാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പം കേരള ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിന് കൊടുത്ത ഏറ്റവും വലിയ സംഭാവന റീസെൻ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജു സാംസണിൻ്റെ പേരാണ് നമ്മൾ പറയുന്നത്. എങ്കിലും ആ ഒരു നിരയിലേക്ക് അടുത്തതായിട്ട് കടന്നു വരാൻ കാത്തിരിക്കുന്ന ഒത്തിരി ഒരു ജനറേഷൻ കാത്തിരിപ്പുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഈ അടുത്തിടെ കണ്ട KCL അതിനൊരു ഉദാഹരണമായിരുന്നു. ഒത്തിരി മികച്ച പെർഫോമൻസ്. അങ്ങനെ സാറിന് കുറച്ചധികം പേരുകൾ പറയാനുണ്ടോ? അടുത്തൊരു ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് ഇവരൊരു സംഭാവന ആയിരിക്കുമെന്ന് തോന്നുന്ന കുറച്ചധികം പേരുകളുണ്ടോ? ഈ ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം കണ്ടത് ഒരു വലിയൊരു കടലാണത്. അവിടെ അത്രയും എന്താ പറയുക തിളങ്ങുന്ന മുത്തുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ നമ്മളെപ്പോഴും ഒരാൾ മാറുന്ന സമയത്ത് രാഷ്ട്രീയം എന്ന് പറയും. ശ്രേയസ് അയ്യർ ഇന്ത്യൻ ടീമിലില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും. അത്രയും നല്ലൊരു അതെ, അത്രയും തിരക്കുണ്ട് അവിടെ. അല്ലാതെ ആരും മനഃപൂർവ്വം വല്ലതും മാറ്റി നിർത്തുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് പറയുന്നത് തെറ്റുമാണ്. അതേ സമയത്ത് തന്നെ ഇപ്പോൾ സൽമാൻ നിസാർ, അദ്ദേഹത്തിൻ്റെ ഒരു ബാറ്റിംഗ് നിലവാരം എത്രയോ വർഷങ്ങളായിട്ട് ഇത്രയും വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിനൊരു എക്സ്പോഷർ കിട്ടാൻ കുറച്ച് വൈകിക്കൊണ്ടിരിക്കുന്നു എന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ ഇപ്പോൾ സൗത്ത് സോണിൽ ഇത്തവണ കളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പെർഫോം ചെയ്യുകയും രഞ്ജി ട്രോഫിയിൽ ഇതുപോലത്തെ പെർഫോമൻസ് ആവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ലൈം ലൈറ്റിലേക്ക് ഇനിയും വരാനുള്ള സമയമുണ്ട്. കിട്ടില്ല എന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്ലെയേഴ്സുണ്ട്. ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അസറുദ്ദീൻ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്നുള്ള നിലയ്ക്ക് നന്നായിട്ട് ചെയ്തു വരുന്നു. അപ്പോൾ ഉണ്ട്, ക്രിക്കറ്റേഴ്സ് ഉണ്ട് തീർച്ചയായിട്ടും ഇനി കേരളത്തിൽ. ദെൻ ഇന്ത്യൻ ടീമിൽ വരിക എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി സീസൺ വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ ഈ ഒരു ഇന്ത്യൻ റെക്കണിങ്ങിൽ വരാൻ പറ്റും. ഇന്ത്യൻ ടീമിൽ കയറുമോ എന്ന് ചോദിച്ചാൽ ഞാൻ നീ പറഞ്ഞ പോലെ അതിൻ്റേതായിട്ടുള്ളൊരു എന്താ പറയുക തിരക്കുണ്ട്, ക്വാളിറ്റി ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇവരെല്ലാം അവരോടൊക്കെ കിടപിടിക്കാൻ പറ്റുന്ന അത്രയും നിലവാരം കാണിക്കുന്ന പ്ലെയേഴ്സാണെന്നുള്ളത് നമ്മൾ സമ്മതിച്ചേ പറ്റൂ. ഇപ്പം ഇന്ത്യൻ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിലേക്കൊരു പടിവാതിൽ എന്ന് പറയുന്നത് ഇപ്പോൾ IPL ആണ് എല്ലാവരും നോക്കിക്കാണുന്നത്. IPL നമ്മൾ ഇത്രയും പറഞ്ഞതിൻ്റെ ഇടയിൽ നമ്മൾ വിട്ടുപോയൊരു വിഭാഗമുണ്ട്. അത് കേരളത്തിൻ്റെ വനിതാ ക്രിക്കറ്റാണ്.
വളരെ നല്ല രീതിയിൽ വനിതാ ക്രിക്കറ്റ് മുന്നോട്ട് വന്നു. അതിനുശേഷം ഉള്ളവരുടെ പെർഫോമൻസുകളാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിലുള്ള റെപ്രസെൻറ്റേഷൻസിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ വളരെ വളരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് അവിടെ ഒരു വളർച്ച കാണുന്നത്. അത് നമ്മൾ എടുത്തു പറയാതിരിക്കാൻ വയ്യ. മിന്നുമണിയാണെങ്കിലും സജിനയാണെങ്കിലും ഇപ്പോൾ വരുന്ന ജോഷിതയാണെങ്കിലും എല്ലാവരും അതിൽ നല്ല നിലവാരം പുലർത്തുന്ന ക്രിക്കറ്റേഴ്സാണ്. അപ്പോൾ അതും കേരള ക്രിക്കറ്റിൻ്റെ നല്ലൊരു സൂചനയായിട്ട് തന്നെ നമ്മൾ കാണേണ്ടി വരും. ഇപ്പം കുട്ടി ക്രിക്കറ്റിൻ്റെ, അതായത് T20 ക്രിക്കറ്റിൻ്റെ ഒരു കടന്നു വരവ് ഏറ്റവും അധികം ബാധിച്ച ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെയാണ് തുടക്കത്തിലൊരു വാർത്തകളൊക്കെ വന്നു. ശേഷം നമുക്ക് മനസ്സിലായി ടെസ്റ്റ് ക്രിക്കറ്റിനെ യാതൊരു തരത്തിലും ബാധിച്ചിട്ടില്ല. സമീപകാലത്തെ പല ടെസ്റ്റ് മത്സരങ്ങളും വളരെ ആവേശകരമായിരുന്നു. അത് അല്പമെങ്കിലും കൂടുതലായിട്ട് ബാധിച്ചത് ഏകദിന ക്രിക്കറ്റിനെയാണെന്ന് പല ക്രിക്കറ്റ് വിദഗ്ധർ, ഇപ്പോൾ സച്ചിൻ അടക്കമുള്ളവർ പറയുന്നത് ഏകദിന ക്രിക്കറ്റ് ഈ 50 ഓവർ, അത് 50 ഓവർ കാണാനൊന്നും ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് താല്പര്യമില്ല. അതിനെ കട്ട് ഷോട്ട് ചെയ്ത് ഒരു 2 ഇന്നിങ്സ് ആക്കുന്ന രീതിയിലൊക്കെ മാറ്റങ്ങളാണ്. സാർ അത്തരത്തിൽ ഏകദിന ക്രിക്കറ്റിന് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് സജസ്റ്റ് ചെയ്യുന്നുണ്ടോ? അല്ല, പക്ഷേ അതിനെനിക്ക് വലിയ അർത്ഥം തോന്നുന്നില്ല. കാരണം T20 ക്രിക്കറ്റ് ഉള്ളപ്പോൾ വേറെ 2 ഇന്നിങ്സ് ഉള്ള 20 ഓവർ ക്രിക്കറ്റ് വേറെ നടത്തി കഴിഞ്ഞാൽ അതിലെന്ത് ഇതുള്ളത്? 50 ഓവേഴ്സ് ക്രിക്കറ്റ് നിലനിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം നമ്മൾ എന്ത് ചെയ്താലും ഇത് ക്രൗഡിനെ കാണിക്കാനെന്നുള്ള ധാരണയിൽ ചെയ്യാതിരിക്കണം. വാസ്തവത്തിൽ പണ്ട് ഇപ്പോൾ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ടെസ്റ്റ് കാണാൻ താല്പര്യമുള്ളവർ ചെല്ലുന്നല്ലാതെ ടെസ്റ്റ് ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ് എന്ന് വിചാരിച്ച് കാണിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. T20 അങ്ങനെ ചെയ്യാം. കാരണം T20 പ്യുവർലി ഫോർ എൻ്റർടൈൻമെൻറ്റ് ഫോർ ദി സ്പെക്ടേറ്റേഴ്സ്. അത് മാറ്റി നിർത്തിയാൽ ആ ഒരു ഫോർമാറ്റ് അവിടെ നിന്നോട്ടെ. ഇനിയിപ്പോൾ 10-10 വരുമെന്ന് പറയുന്നു, അതൊക്കെ ആയിക്കോട്ടെ. 10-10 ഒക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു, ആയിക്കോട്ടെ. പക്ഷേ ഈ 50 ഓവർ ക്രിക്കറ്റിൽ അറ്റ്ലീസ്റ്റ് ഈ ബാറ്റ്സ്മാൻമാർക്കും ബൗളർമാർക്കും എന്തെങ്കിലും പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടുന്നുണ്ട്. അതേസമയം T20 ക്രിക്കറ്റിൽ ഓപ്പണർമാർക്കും ഒരുപക്ഷെ ഒരു 1 ഡൗണും മാത്രമേ ശരിക്ക് ഒരു ഓവേഴ്സ് യൂസ് ചെയ്ത് ബാറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുള്ളൂ. പിന്നെ അവസാനമുള്ളതൊക്കെ ഈ പറഞ്ഞ ഹിറ്റേഴ്സിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ഓവറുകളാണ്. അപ്പോൾ അങ്ങനെ മാത്രമായിട്ട് ക്രിക്കറ്റ് മാറുന്നത് നല്ലതല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. T20 ക്രിക്കറ്റ് വന്നതോടെ ഒരു വലിയ ഗുണം കിട്ടിയിട്ടുള്ളത് ഫീൽഡിങ്ങിൻ്റെ നിലവാരം വളരെ കൂടി, അത്ലറ്റിസം കുറെ കൂടി, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ 50 ഓവർ ക്രിക്കറ്റ് വേണ്ടാന്ന് വെച്ചിട്ട് ഇതിലേക്ക് പോകുന്ന പറയുന്നത് അർത്ഥമില്ല. ഇപ്പോൾ ചില കളിക്കാർ 50 ഓവേഴ്സ് ക്രിക്കറ്റിൽ നിന്ന് മാറി T20 കളിക്കുകയാണെങ്കിൽ കളിച്ചോട്ടെ. അതിനിപ്പോൾ സ്പെക്ടേറ്റേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അതെ, അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഇനിയും കുറയ്ക്കേണ്ടി വരും. ഇപ്പോൾ 2020ക്കാരുടെ എക്സൈറ്റിംഗ് ആണ് 5 ഓവർ എന്ന് പറഞ്ഞാൽ 5 ഓവറാക്കി കഴിഞ്ഞാൽ അതൊക്കെ നടന്നോട്ടെ. അതോടൊപ്പം എൻ്റെ ആഗ്രഹത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റും 50 ഓവർ മാച്ചസും സർവൈവ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ മോഹം. ഇപ്പം ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് സാർ ഒത്തിരി അനവധി പൊസിഷനുകൾ ജോലി ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള മറ്റൊരു പ്രൊഫഷനായിരുന്നു കമൻറ്റേറ്റർ. ഫ്രം സ്റ്റാർട്ടിങ് ഇപ്പം കമൻറ്ററി പറയുമ്പോൾ ഒത്തിരി അധികം സൗകര്യങ്ങൾ കൂടുതലുണ്ട്. പക്ഷേ അന്ന് സാറൊക്കെ കമൻറ്ററി പറഞ്ഞു തുടങ്ങിയ കാലത്ത് അങ്ങനെയായിരുന്നില്ല. എങ്ങനെയായിരുന്നു കമൻറ്റേറ്റർ എന്ന നിലയിലുള്ള ഒരു വെല്ലുവിളി? കമൻറ്റേറ്റർ എന്നുള്ള നിലയ്ക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ റേഡിയോ കമൻറ്ററിയിലാണ് തുടങ്ങിയത്. അപ്പോൾ ആ സമയത്തൊക്കെ ഈ നമ്മൾ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു സ്ഥിതി ഉണ്ടായിരുന്നു. ആരും കാണുന്നില്ല. അപ്പോൾ നമ്മൾ അവിടുത്തെ അന്തരീക്ഷം, ടീമിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ വിൻഡ് ഫാക്ടർ, ഗ്രൗണ്ടിൻ്റെ ഔട്ട്ഫീൽഡിൻ്റെ കണ്ടീഷൻ, ഇതൊക്കെ നമ്മൾ പറഞ്ഞ് ഇമ്പ്രസ് ചെയ്തുകൊണ്ട് വേണം ഓരോ കാര്യങ്ങളും പറയാൻ. വിക്കറ്റിൻ്റെ ഇത് നിലവാരം, പിന്നെ ഓരോ ഷോട്ടുകളുടെ ഭംഗി ഒക്കെ നമ്മൾ എത്രത്തോളം ഒരു ലീൻ ചെയ്ത് കളിച്ചു, അങ്ങനെയുള്ള പലതും പറഞ്ഞ് ഫലിപ്പിക്കണമായിരുന്നു. അതൊരു രസമുള്ള കാര്യമായിരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പോൾ TV കമൻട്രിക്ക് പോകുന്ന സമയത്ത് നമ്മൾ അത്രയും സംസാരിക്കേണ്ട. കാരണം അവർ വിഷ്വൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള ചില എക്സ്പെർട്ട് ഇൻപുട്സ് കൊടുക്കുക അതിൻ്റെ അകത്ത് ആവശ്യമുള്ളൂ. അപ്പോൾ അത് 2 രീതിയിലുള്ള കമൻട്രിയാണ്. പക്ഷേ അതിനുള്ളൊരു ചെറിയ ട്രെയിനിങ് അവർ തരാറുണ്ട് അതിന് മുമ്പ് തന്നെ. ഇപ്പോൾ സ്റ്റാർ സ്പോർട്സിൻ്റെയൊക്കെ ആണെങ്കിൽ കമൻട്രിക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ക്ലാസ്സൊക്കെ വയ്ക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കും. പിന്നെ വിഷയം നമുക്കറിയാവുന്നതായതുകൊണ്ട് അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി മാത്രമേ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആസ് എ കമൻറ്റേറ്റർ ഏറ്റവും മെമ്മറബിളായിട്ട് സാറിൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നൊരു ഓർമ്മ എന്താണ്? വേൾഡ് കപ്പ് ചെയ്തത് തന്നെയായിരുന്നു. വേൾഡ് കപ്പ് നമ്മൾ ലൈവായിട്ട് ചെയ്ത സമയത്ത് അതിൻ്റെ ഒരു നമ്മൾ ഇന്ത്യ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു കമൻട്രി പറയുമ്പോൾ അതിൻ്റേതായിട്ടൊരു സുഖം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അത് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ അഭിമുഖത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു P. ബാലചന്ദ്രൻ എന്ന ബ്രാൻഡ് നെയിം ഉണ്ടാക്കിയെടുക്കാൻ അത് നിസ്സാരം ഒരു കാര്യമായിരുന്നില്ല. അപ്പോൾ സാറിൻ്റെ പേര് പറയുമ്പോൾ പലരുടെയും മനസ്സിലേക്ക് ഓടിയത് സാറിൻ്റെ എഴുത്തുകളാണ്. സാർ ശരിക്കും ഒത്തിരി ക്രിക്കറ്റിംഗ് എഴുത്തുകളിലൂടെ ആളുകളുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് സാറിന് ശരിക്കും എഴുതാനുള്ളൊരു വാസന ചെറുപ്പകാലം തൊട്ടേ ഉണ്ടായിരുന്നോ, അതോ പിന്നീട് അത് ക്രിക്കറ്റിൽ വന്നതിന് ശേഷം എഴുതി തുടങ്ങിയതാണോ? എഴുതാനുള്ളൊരു വാസന വെച്ചാൽ താല്പര്യം പണ്ടുണ്ടായിരുന്നു. നല്ലോണം വായിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അങ്ങനെ ഭാഷാ സ്വാധീനം സാമാന്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതെനിക്ക് എഴുതാൻ പറ്റും എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നില്ല ആദ്യം. അപ്പോൾ തുടക്കത്തിൽ
ഈ ദേശാഭിമാനിയിലുണ്ടായിരുന്നൊരു ഇതിൻ്റെ എഡിറ്റർ ഉണ്ടായിരുന്നു, ഒരു രവീന്ദ്രദാസ് എന്ന് പറഞ്ഞിട്ട്, ഒരു വളരെ സീനിയർ ജേർണലിസ്റ്റാണ് അദ്ദേഹം. അവരൊരു മാസിക തുടങ്ങിയ സമയത്ത് എന്നോടൊരു കോൾ ആവശ്യപ്പെട്ടു. ഞാൻ എഴുതി, വലിയ കുഴപ്പമില്ലാതെ പോയി എന്ന് തോന്നുന്നു. പക്ഷേ കൂടുതൽ എനിക്കൊരു എക്സ്പോഷർ തന്നത് മാതൃഭൂമിയാണ്. അവരുടെ സ്പോർട്സ് മാസികയിലുള്ള ഒരു 16 കൊല്ലത്തോളം നീണ്ടു നിന്ന ഒരു പങ്ക്തി തന്നെ ഉണ്ടായിരുന്നു. അത് കൂടാതെ തുടർച്ചയായിട്ട് അവരുടെ മാസികയിൽ ലേഖനം എഴുതാറുണ്ട്. പിന്നെ അത് എല്ലാ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലും, പ്രിൻ്റ് മീഡിയയിൽ, മനോരമയിലാണെങ്കിലും സ്ഥിരമായിട്ട് ഓരോ പരമ്പരകൾ കവർ ചെയ്യുക, അങ്ങനെയുള്ള ദൗത്യങ്ങളെ ഏൽപ്പിക്കാറുണ്ട്. അപ്പോൾ അത് രസമായിരുന്നു. എഴുതിക്കൊണ്ടു പോകുന്നതിനൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. അത് അതിലെന്തെങ്കിലുമൊക്കെ എന്താ പറയുക, വായനക്കാർക്ക് ശ്രദ്ധിപ്പിക്കപ്പെടാൻ എന്തെങ്കിലുമൊക്കെ എഴുതി അതിൽ ചില പോയിൻറ്റ്സൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കാറുണ്ട്. പിന്നെ ഈ മാതൃഭൂമിയുടെ സ്പോർട്സ് മാസികയുടെ ക്രിക്കറ്റ് കോച്ചിങ് ക്ലിനിക്ക് എന്ന് പറയുന്നത് വളരെ വലിയ മൈലേജ് കിട്ടിയൊരു ഒരു പങ്ക്തിയായിരുന്നു. അതൊക്കെ വളരെ നന്നായിട്ട് പോയി. പിന്നീട് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇതുണ്ടായിരുന്നത് എഴുത്ത് കൂടാതെ ഇപ്പോൾ BCCI ഈ പ്രതിഭകളെ കണ്ടെത്തുന്നൊരു കമ്മിറ്റി, ടാലൻറ്റ് റിസോഴ്സ് ഡെവലപ്മെൻറ്റ് കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു. നമ്മൾ എല്ലാ ജൂനിയർ മത്സരങ്ങളും പോയി കണ്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് നല്ല പ്ലെയേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് നാഷണൽ ക്രിക്കറ്റ് അക്കാഡമിയിലേക്ക് റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളതൊക്കെയായിരുന്നു അതിൻ്റെ ഒരു ദൗത്യം. അത് ദിലീപ് വെങ്സർക്കർ ആയിരുന്നു അതിൻ്റെ ചെയർമാനായിട്ട്. അതും എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു ജോലിയായിരുന്നു. കുറേയധികം യങ് ക്രിക്കറ്റേഴ്സിനെ വാച്ച് ചെയ്യാനും അവരുടെ ലിസ്റ്റ് നമുക്ക് NCAക്ക് പ്രൊവൈഡ് ചെയ്യാനൊക്കെ പറ്റി എന്നുള്ളത് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഈ NCAയുടെ കാര്യം പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞാണ്, NCAയുടെ സർട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞാൻ നേരത്തെ തന്നെ NISൻ്റെ സർട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ NCAയിലും ഞാനൊരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൈവശം വെച്ചു എന്ന് മാത്രം. ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വാസ്തവത്തിൽ ക്രിക്കറ്റിന് വളരെ വലിയൊരു പൊട്ടൻഷ്യലുള്ള രാജ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. കളിയുടെ പ്രചാരത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇതൊരു കരിയറായിട്ട് എടുക്കാവുന്ന ഒരു ഗെയിമാണ്. പണ്ടൊക്കെ ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ഇന്ത്യ കളിച്ചവർക്ക് മാത്രമേ ഒരു മുന്നോട്ടുള്ള ജീവിതം ക്രിക്കറ്റിലൂടെ സിദ്ധിക്കുള്ളൂ എന്നുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറി. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം IPL വന്നു, അതുപോലെ ഓരോ സംസ്ഥാന ലീഗും ഒക്കെ വന്നതോടെ ഒരു ശരാശരിയിലും ഉയർന്ന നിലവാരം പുലർത്തുന്ന എല്ലാ ക്രിക്കറ്റേഴ്സിനും ഇതൊരു ജീവിതമാർഗമായിട്ട് സ്വീകരിക്കാം എന്നുള്ളൊരു മാറ്റം ഇന്ത്യയിൽ വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വളരെയധികം കുട്ടികൾ ഈ കളിയിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ ഒരു കാര്യം മനസ്സിലാക്കണം, എവിടെയാണെങ്കിലും സ്പോർട്സിൽ ഏറ്റവും ഉയർന്ന നിലയിലെത്തുന്നവരാണ് ഒരു അംഗീകരിക്കപ്പെടുക. നമ്മൾ വെറുതെ കളി തുടങ്ങുമ്പോഴേക്കും തന്നെ നമ്മൾ വലിയ വലിയ ആളുകളുടെ പേര് പറഞ്ഞ് അതുമായിട്ട് നമ്മളെ താരതമ്യപ്പെടുത്തി തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തില്ല. അടിവെച്ച് കയറാനുള്ളൊരു ക്ഷമ കാണിക്കണം, അതിനുള്ള പരിശ്രമം ഉണ്ടാവണം. അതിന് തയ്യാറുള്ളവർ മാത്രമേ ഈ രംഗത്തിറങ്ങി ശോഭിക്കാൻ പോകുന്നുള്ളൂ. അത് എല്ലാ കളിക്കാരും മനസ്സിൽ വയ്ക്കുക. അത് പല വർഷങ്ങളോളമുള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ TV കാണുന്ന പ്ലെയേഴ്സിൻ്റെയൊക്കെ പ്രകടനങ്ങൾ കാണുന്നതും നമ്മൾ ആസ്വദിക്കുന്നതും. അതുപോലെ തന്നെയാണ് പരിശീലകരുടെ കാര്യം പറഞ്ഞാൽ, പരിശീലകർക്കും വലിയൊരു റോളുണ്ട് പ്ലെയേഴ്സിനെ മോൾഡ് ചെയ്യുന്നതിന്. അവരെ കളി വളർത്തിക്കൊണ്ട് വരുന്നതിൽ മാത്രമല്ല, അവരുടെ ക്യാരക്ടർ ഫോർമേഷനിലും അവരുടെ ഓറിയൻറ്റേഷനിലും അവരെ കൃത്യമായ രീതിയിലേക്ക് നയിക്കുന്നതിനുള്ള ഒരു തുടക്കം കുറിച്ച് കൊടുക്കുന്നതിനൊക്കെയുള്ള ചുമതല കോച്ചസിനുണ്ട്. അതോടൊപ്പം തന്നെ എവിടെയെങ്കിലും വെച്ച് കളിക്കാരൻ്റെ കരിയറിൽ എവിടെയെങ്കിലും സെറ്റ് ബാക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ പരിഹരിച്ചുകൊണ്ട് മുന്നേറാനുള്ള മാനസികമായി ധൈര്യം കൊടുക്കാനും, അതുമാതിരി ക്രിക്കറ്റ് എന്ന കളിയെ എൻജോയ് ചെയ്യാൻ പഠിപ്പിക്കാനും. കാരണം ഇതൊരു ഭാരമായിട്ടല്ല കളി കാണേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ പരിശീലനം കാണേണ്ടത്. അതൊക്കെ ഒരു കോച്ചിൻ്റെ മികവുമാണ്. ഈ വരുന്ന കളിക്കാരനെ അടുത്ത ദിവസവും ഈ ഗ്രൗണ്ടിലേക്ക് വരാനുള്ള ഒരു പ്രേരണ കൊടുക്കുക എന്നുള്ളത് ഒരു കോച്ചിൻ്റെ സമീപനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സംഭവിക്കുക. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ തീർച്ചയായിട്ടും നല്ല പരിശീലകർ വളരെയധികം ഇതിന് മുന്നോട്ട് വരുന്നുണ്ട്, പരിശീലകരാവാൻ വേണ്ടി. അവരെല്ലാവരും നമ്മളൊരിക്കലും ഒരു എന്താ പറയുക, വേറൊരു കോച്ചുമായിട്ട് മത്സരിക്കുകയാണെന്നോ അല്ലെങ്കിൽ മറ്റൊരു ആളെ മറികടക്കാനുള്ള ശ്രമമാണെന്നൊന്നും വിചാരിക്കേണ്ട. നമ്മൾ നമ്മുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അംഗീകാരം കിട്ടും. സംസ്ഥാന ടീമുകളുടെ കൂടെ യാത്ര ചെയ്യുന്നത് മാത്രമല്ല പരിശീലനം എന്ന് പറഞ്ഞാൽ, ഗ്രാസ് റൂട്ട് ലെവലിൽ കഷ്ടപ്പെട്ട് നമ്മളൊരു കളിക്കാരെ വളർത്തിയെടുത്തുകൊണ്ട് വരുമ്പോൾ കിട്ടുന്ന ഒരു ചാരിതാർത്ഥ്യം, അതാണ് ഒരു കോച്ചിങ് കരിയറിൻ്റെ ഏറ്റവും വലിയ
മുതൽക്കൂട്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. ഒരിക്കൽ രാഹുൽ ദ്രാവിഡ് ഇങ്ങനെ പറഞ്ഞു, ഇൻ ക്രിക്കറ്റ് ആസ് ഇൻ ലൈഫ് യു നീഡ് ടു ഹാവ് എ ഗെയിം പ്ലാൻ ആൻഡ് എക്സിക്യൂട്ട് ഇറ്റ് വിത്ത് ഡിറ്റർമിനേഷൻ. അതെ, ഒരു കൃത്യമായ ഗെയിം പ്ലാൻ, അത് കൃത്യമായ ഡിറ്റർമിനേഷനിൽ എക്സിക്യൂട്ട് ചെയ്ത ഒരു പരിശീലകൻ. ബൗണ്ടറി ബസ്സിനോട് ഇത്രയധികം നേരം സംസാരിച്ച പി ബാലചന്ദ്രൻ സാറിന് എല്ലാവിധ നന്ദിയും മുമ്പോട്ടുള്ള കരിയറിന് ആശംസയും നേരുന്നു. താങ്ക് യു സാർ. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു.